ഹല്ലേലൂയ. ഞാൻ ഈ ആദ്യ സെഷനിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് കുറേ ദീർഘമായ കാര്യം പറയാൻ വേണ്ടിയല്ല എൻ്റെ ആഗ്രഹം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുക്കപ്പെടണം, അത്ര മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് എത്ര പുസ്തകമാണെങ്കിൽ എഴുതാം, ദിവസങ്ങളും ആഴ്ചകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഈ പഠിപ്പിക്കൽ കൊണ്ടോ പുസ്തകം എഴുത്തുകൊണ്ടോ ഒരു 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 നന്മയുണ്ടാകത്തില്ല. പ്രാർത്ഥനയ്ക്ക് പകരം മറ്റൊന്നില്ല. പ്രാർത്ഥിച്ചേ പറ്റും. അപ്പം നിങ്ങളുടെ അകത്തെ ആത്മാവിനെ ബലപ്പെടുത്തി നമ്മൾ ഈ 10 ദിവസം ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ ദൈവം ഈ ക്ലാസ്സുകളിലൂടെ കൃപ തരും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം പ്രാർത്ഥനയെക്കുറിച്ച് കുറേ അറിവ് തരാൻ വേണ്ടിയല്ല, അത് പ്രായോഗിക തലത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം മാറാൻ വേണ്ടിയാണ്. ഞാൻ പറയുന്നു, കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി കാര്യം പറയാൻ പറ്റും. അത് എൻ്റെ ലക്ഷ്യം അതല്ല. പ്രാർത്ഥനയുടെ കുറേ അറിവ് ലഭിക്കാൻ തരാൻ വേണ്ടിയല്ല, പ്രാർത്ഥിക്കണം. ആ ഒരു ഒരുക്കം നമ്മുടെ അകത്ത് വരും. ഈ 10 ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ വലിയ മാറ്റം വരും. ഹല്ലേലൂയ. പക്ഷെ അത് പറയും മുമ്പായിട്ട് ഞാൻ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവുക. പ്രാർത്ഥനയിലേക്ക് ഞാൻ വരും. ഈ 10 ദിവസവും നിങ്ങൾ കേൾക്കേണ്ട 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ പ്രാപിക്കേണ്ട അതിപ്രധാനമായ 3 കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു മീറ്റിങ്ങിൽ പോകുമ്പോൾ 2 days ആകട്ടെ, 5 days ആകട്ടെ, 10 days ആകട്ടെ, അവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ ഓർക്കത്തില്ല. നമ്മളെന്ത് ചെയ്യും? മറന്നുപോകും. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. കറക്റ്റ്. ചില കാര്യങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല, മറക്കത്തില്ല. അങ്ങനെ ഒരിക്കലും മറക്കാത്തതായി 3 കാര്യങ്ങൾ കഴിവുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇത് പറയും. അത് നിങ്ങളുടെ അകത്ത് ഈ 10 ദിവസം കൊണ്ട് ജീവനാകണം. അതിൻ്റെ വെളിപ്പാട് പ്രാപിക്കണം, അതിനകത്ത് വളരണം. അതിൽ ഒന്നാമത്തെ കാര്യം പറയാൻ വേണ്ടി പോകുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വെളിപ്പാട്, ദ ഗ്രേറ്റസ്റ്റ് റെവലേഷൻ ഇൻ ദ ഹോൾ ബൈബിൾ. ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ 40 വർഷത്തെ എൻ്റെ ആത്മീയ അനുഭവത്തിലൂടെയും വചന പഠനത്തിലൂടെയും ഒക്കെ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ വളരെ ഉറപ്പോടുകൂടെ ആധികാരികമായിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. എനിക്ക് ഈ പറയുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ വായിച്ചു പഠിച്ചാൽ ഈ ഭൂമിയിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ പ്രാപിക്കേണ്ട ഏറ്റവും വലിയ വെളിപ്പാട്, ഹയസ്റ്റ് റെവലേഷൻ, ടോപ്പ് മോസ്റ്റ് റെവലേഷൻ, അത് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെന്നുള്ള വെളിപ്പാടാണ്. വാക്കുകൾ നമുക്ക് ഭയങ്കര ഫെമിലിയറാ, പരിചയമാണ്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവാണ്. ആർക്കറിയാത്തത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മളെന്നും പറഞ്ഞ കാര്യമല്ലേ. അതല്ല എൻ്റെ വിഷയം. അതെല്ലാവരും പറയുന്നുണ്ട്. പെന്തക്കോസ്തുകാരും പ്രൊട്ടസ്റ്റന്റുകാരും കാത്തലിക്കും ഓർത്തഡോക്സും എല്ലാവരും പറയുന്നുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ, അതല്ല ഞങ്ങളുടെ പിതാവേ, അതല്ല എൻ്റെ വിഷയം. യേശു ഭൂമിയിൽ വന്നത് സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. മനസ്സിലാകുമോ?
യേശു ഭൂമിയിൽ വന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വർഗത്തിൽ നമുക്കൊരു ദൈവമുണ്ടെന്നും അവൻ നമ്മുടെ പിതാവാണെന്നും ആ ഒരു ബന്ധത്തെ, നമ്മൾ അവൻ്റെ മക്കളും പ്രിയ മക്കളുമാണെന്നുള്ള ആ ബന്ധത്തെ വെളിപ്പെടുത്താനാണ് യേശു വന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു വഴിയാണെങ്കിൽ ആ വഴിയിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യമുണ്ട്. കറക്റ്റ്. വഴി എന്തിനു വേണ്ടിയാ? എവിടെയോ എത്തിച്ചേരാൻ വേണ്ടിയല്ലേ? കറക്റ്റ്. വഴിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഡെസ്റ്റിനേഷനുണ്ട്. ഇപ്പൊ യേശു അല്ല ലക്ഷ്യം, ലക്ഷ്യസ്ഥാനം ആരല്ല? യേശു അല്ല. യേശു എന്താണ്? വഴിയാ. ആ ലക്ഷ്യസ്ഥാനം പറയാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശു വെളിപ്പെടുത്താതെ ആർക്കും പിതാവിനെ അറിയാൻ കഴിയത്തില്ല. ഇതെല്ലാം പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യേശു വെളിപ്പെടുത്തുകയാണ്. ഞാൻ നിന്നെ വെളിപ്പെടുത്തി, നിന്റെ നാമത്തെ ഞാൻ വെളിപ്പെടുത്തി, ഇനിയും വെളിപ്പെടുത്തും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ആ മഹാപൗരോഹിത്യ പ്രാർത്ഥനയുണ്ട്. അവിടെ വ്യക്തമാക്കുന്ന കാര്യമാണ്, ഞാൻ നിന്റെ നാമത്തെ നീ എനിക്ക് തന്നവർക്ക് വെളിപ്പെടുത്തി, ഇനിയും വെളിപ്പെടുത്തും. യേശു വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ നാമം ഏതാ? ഇനിയിപ്പോൾ അങ്ങോട്ട് വാക്യം എടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിന്റെ നാമം ഏതാ? യഹോവ എന്ന നാമം അവർക്ക് പണ്ടേ അറിയാം. ബാക്കി എല്ലാ നാമങ്ങളും അവർക്ക് അറിയാം. പുതിയതായിട്ടൊന്നും വെളിപ്പെടുത്താൻ വേണ്ടിയില്ല, വെളിപ്പെടുത്തിയിരിക്കുക എല്ലാ നാമങ്ങളും. പക്ഷേ പുത്രൻ വന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ നാമം പിതാവ്, ഫാദർ ഗോഡ് എന്ന് വെച്ചാൽ, പിതാവ് എന്നത് ആ നാമം ദൈവത്തിന്റെ മറ്റ് ടൈറ്റിൽസ് പോലെയുള്ള ടൈറ്റിലല്ല. സർവശക്തനായ ദൈവം എന്ന് പറയുന്ന പോലല്ല പിതാവാം ദൈവം. പിതാവ് എന്ന് പറയുന്നത് അവൻ്റെ ഒരു ടൈറ്റിലല്ല, പിന്നെന്താണ്? അവന്റെ നാമം തന്നെയാണ്. ദൈവത്തിന്റെ നാമം, ഒരു പേരാണെന്ത്? പിതാവ്. ആ പിതാവിനെ യേശു ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി, ഇനിയും വെളിപ്പെടുത്തും, ഇന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വിഷയം, നമുക്ക് ആർക്കും പിതാവിനെ അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലും സ്തുതിയിലും സ്തോത്രത്തിലും ആരാധനയിലും ഒക്കെ ആര് നാമം വരും? പിതാവിൻ്റെ നാമം. നമ്മുടെ മലയാളത്തിലെ പാട്ടൊക്കെ എടുത്തേ, പിതാവിനോടുള്ള എത്ര പാട്ടുണ്ട്? വല്ലതും ഉണ്ടോ? എത്ര ഉണ്ട് പറഞ്ഞാൽ മതി, കുറവൊന്നും പറയണ്ട. അതായത് യേശു ദൈവത്തിന്റെ പുത്രനാ, അല്ലേ? സംശയമുണ്ടോ? യേശു ആരാണ്? ദൈവപുത്രൻ. അവൻ ദൈവപുത്രനായതുകൊണ്ട് ദൈവമാണ്. നിങ്ങൾ ഒത്തിരി തല പറയണ്ട. യേശു ദൈവമാണോ? ആണെന്ന്. എന്താ കാര്യം ഇതാ, യേശു ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ദൈവം തന്നെയാണ്. പക്ഷെ ആരല്ല? പിതാവും ദൈവം അല്ല. അത്രയേ ഉള്ളൂ. നമ്മൾ പക്ഷെ അതൊന്നുമല്ല.
ഞാൻ പിതാവിങ്കിലേക്കുള്ള വഴിയാ. യേശു വന്നത് പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാ. അത് വെളിപ്പാടാകണം, അത് നമ്മുടെ അകത്ത് അനുഭവമാകണം. അവിടെ ഒരു വാക്കുണ്ട്, എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവപരമായ ജ്ഞാനം. അതായത് ജ്ഞാനമുണ്ട്, അത് നമ്മൾ അറിവെന്ന് പറയും. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ അറിവ് കിട്ടും. കറക്റ്റ്. ഇപ്പോൾ ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അറിവ് കിട്ടും. അത് നമുക്ക് അറിവ് എവിടെ നിന്നും പ്രാപിക്കാം. ആ അറിവ് കൊണ്ട് സാധാരണഗതിയിൽ ഒരു പ്രയോജനമില്ല. അറിവാ, പക്ഷെ ആ അറിവ് വെളിപ്പാടാകും. റെവലേഷൻ നോളജ്. നോളജ് എന്താകും? റെവലേഷൻ നോളജ്, വെളിപ്പാട് അറിവ്, അല്ലെ, വെളിപ്പെടുത്തപ്പെട്ട അറിവ്. അപ്പൊ അറിവ് എവിടെ ഇരിക്കുന്നത്? ഇവിടെ എവിടെയാ? കമോൺ, എവിടെ അറിവിരിക്കുന്നേ? നോളജ് എവിടാ? അല്ലെ, എവിടെ ഇരിക്കുന്നേ? നിങ്ങളുടെ ബ്രെയിനിലല്ലേ. ഇതിനകത്ത് എവിടെയല്ലോ അറിവിരിക്കുന്നത്? ചിന്തിക്കുന്ന ഇവിടെ കൊണ്ടല്ലേ. അറിവ് ബുദ്ധിയിലാ വരുന്നത്, മനസ്സിൽ അറിവാ. ആ അറിവ്, തലയ്ക്കകത്തിരിക്കുന്ന അറിവ് ഹൃദയത്തിലോട്ട് മാറുന്നതിന് പേരാണ് വെളിപാട്. പോരാ, കത്തിയില്ല. എന്താണ്? ബുദ്ധിക്കകത്തിരിക്കുന്ന അറിവ് ഹൃദയത്തിലോട്ട് മാറും, അതിന് പേരെന്താണ്? വെളിപാട്. അത് തരാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ, അയാളുടെ പേരാ പരിശുദ്ധാത്മാവ്. ആത്മാവിന്റെ പേര് തന്നെയാണ് സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. എന്താണ്? ആ വെളിപാടിന്റെ ആത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ജോലി എന്തുവാ? നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന, നമ്മുടെ കൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ ദൗത്യം എന്തുവാ? നമ്മൾ കേൾക്കുന്ന അറിവുണ്ടല്ലോ, നോളജ്, അറിവ്, അതെങ്ങോട്ട് മാറ്റി തരും? ഹൃദയത്തിലോട്ട് മാറ്റും. അതിന് പേരാ വെളിപ്പാട്. അവൻ വെളിപ്പെടുത്തും, ഒരു സെക്കൻഡ് വെളിപ്പെടും. ഇപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയ ഓരോ വാക്കുകളും നിങ്ങൾക്ക് അറിവാ, നോളജ്. അതെന്താകണം? വെളിപ്പാടാകണം. അതാര തരുന്നത്? പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇത് വെളിപ്പാടാകാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഒരു ക്യാമ്പും കൂടെ കഴിഞ്ഞ് കുറച്ചും കൂടെ ജ്ഞാനം പ്രാപിച്ച് മടങ്ങിപ്പോവും. അത് വേണ്ട. കുറച്ചും കൂടെ നോട്ട്സ് കൈ കാണും, ഒരു പുതിയ കുറെ ടോപ്പിക് കൂടെ அவங்க നോട്ട്സ് കിട്ടി. ഒരു കാര്യവുമില്ല. ഞാൻ നിങ്ങളുടെ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഒരു 10 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് കുറെ അറിവും കൊണ്ട് പോകാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. കേട്ടോണ്ടിരിക്കുമ്പോൾ അത് പ്രകാശിച്ച് വെളിപ്പാടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ഉള്ളം കത്തിക്കൊണ്ടിരിക്കണം. എമ്മവോസിലേക്കുള്ള ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായി തന്നെക്കുറിച്ച്, തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെയുള്ള വചനമെടുത്തം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് അവസാനം ഇത് ക്രിസ്തുവാണ് തിരിച്ചറിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവർ പറയുന്നുണ്ട്, അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. അതാ, തലയിലോട്ടല്ല പോയത്, ഡയറക്റ്റ് അങ്ങോട്ട് പോയി, അകത്തോട്ട് കയറി. നിങ്ങൾ തല കൊണ്ട് കേട്ടോ, ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. പെട്ടെന്ന് വെളിപ്പാടാകണം. കേൾക്കുന്നത് അപ്പോൾ എങ്ങോട്ട് പോകണം? അടുത്ത സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് അങ്ങ് വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. അപ്പൊ ഇനി വരുന്ന ഓരോ സെഷൻസും അങ്ങനത്തെ അനുഭവം ഉണ്ടാകണം. വചനം വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ബുദ്ധിയിൽ വന്ന അറിവ് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച് ഹൃദയത്തിലോട്ട് തരുന്നതാണെന്ത്? വചനത്തിന്റെ വെളിപ്പാടുകൾ. ഇനി ആ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞിട്ട്
ആ വരുമ്പം തന്നെ ഒരു അനുഭവമുണ്ട്. അനുഭവിക്കും എന്താണോ കേട്ടത്. ഇപ്പൊ ദൈവം നിങ്ങളുടെ പിതാവാണെന്ന് കേട്ട് അറിഞ്ഞ് അത് വെളിപ്പാടാകുമ്പോൾ നിങ്ങൾ അകത്ത് നിങ്ങളുടെ പിതാവിനെ അനുഭവിക്കാൻ തുടങ്ങും. അനുഭവമാ, അകത്തനുഭവിക്കും. അതൊരു എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവപരമായ ജ്ഞാനം. ഇപ്പൊ ജ്ഞാനം, വെളിപ്പാട് ജ്ഞാനം, എക്സ്പീരിയൻഷ്യൽ നോളജ്, ഇതാണ് അനുഭവപരമായ ജ്ഞാനം. ഇപ്പൊ 3 ജ്ഞാനമായി. ഏതൊക്കെയായിരുന്നു പറഞ്ഞ്? ജ്ഞാനം, വെളിപ്പാട് ജ്ഞാനം, പിന്നെന്താണ്? അനുഭവപരമായ ജ്ഞാനം. ഈ ജ്ഞാനം നിങ്ങളുടെ അകത്ത് വെളിപ്പാടാകുമ്പോ നിങ്ങളത് അനുഭവിക്കും. പക്ഷെ അവിടെ തീരും. അനുഭവിച്ചു, തീർന്നു. പക്ഷെ ഈ അറിവ് എന്ത് ചെയ്യണം? വെളിപ്പാട് അറിവ് എന്ത് ചെയ്യണം? വളർന്നുകൊണ്ടേയിരിക്കണം. അതിന് പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറയും. വർത്തമാനപരമായ അറിവ്, വർദ്ധിച്ചുകൊണ്ട്, പുരോഗമനപരമായ, വർത്തമാനപരമായ, അത് വർദ്ധിക്കുക. മനസ്സിലാക്കുമോ? അറിവ് എന്തായി തീർന്നു? വെളിപ്പാടായി. അത് വരും. ആ വെളിപാടാകുന്ന ആ മിനിറ്റുകളിൽ നമുക്കെന്തുണ്ടാകും? അത് അനുഭവിക്കും. പിന്നീട് ഈ വെളിപ്പാടിനാൽ ലഭിച്ച അറിവ്, റെവലേഷൻ നോളജ് എന്ത് ചെയ്യണം? വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അത് ഭയങ്കര വർധനവാണ്. കാര്യം ദൈവമെന്ന് പറയുന്ന നമ്മുടെ പിതാവ് നമ്മുടെ ഇഹലോക ജീവിതം കൊണ്ടോ പരലോക ജീവിതം കൊണ്ടോ അവനെ അറിഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. പറ്റുമോ? കമോൺ. പിതാവാം ദൈവം എന്ന് പറയുന്ന അറിവിനെ ഈ ലോക ജീവിതം കൊണ്ടോ അവന്റെ കൂടെ നിത്യതയിൽ ജീവിക്കുമ്പോഴോ നമുക്ക് അറിഞ്ഞു തീരാൻ പറ്റില്ലെന്ന്. അതുകൊണ്ടാ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. എവിടെയാ? അവിടെയും. വിശ്വാസവും പ്രത്യാശ എവിടെയുണ്ട്? നിത്യതയിലുണ്ടെന്ന്. ഇവിടെ മാത്രമല്ലെന്ന്. അവിടെ നമുക്ക് ഓരോ ദിവസവും പ്രത്യാശ, പിതാവെങ്കിൽ നിന്നും പുതിയ നന്മ വരിക. ഒരു വാക്യമല്ല, പല വാക്യങ്ങളാണ്. അതായത് കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. ആ വരും കാലം ഇവിടുത്തെ കാലമല്ല. ആ ഭാഗം പഠിച്ചു നോക്ക്. വരും കാലങ്ങളിൽ ഇതെന്നാ? കൃപയുടെ അത്യന്ത ധനത്തെ. കൃപ മനസ്സിലായല്ലോ. ഇപ്പൊ കൃപയിൽ നിൽക്കുകയല്ല നമ്മളെല്ലാവരും. കൃപയിൽ രക്ഷിക്കപ്പെട്ടു, ഇല്ലേ? സൗഖ്യമായി, ആത്മാവിനെ പ്രാപിച്ച, എല്ലാം കൃപയല്ലേ? പക്ഷെ വരാൻ പോകുന്ന കൃപയുണ്ട്. അത് കൃപയുടെ അത്യന്ത ധനമാ. അതെപ്പോഴാ? വരും കാലങ്ങളിൽ. അതെന്നാണ്? അടുത്ത യുഗത്തിലാണെന്ന്, നിത്യതയിലാണെന്ന്. അപ്പൊ അവിടെ എന്താ? അവിടെയും വലിയ കൃപ വെച്ചിരിക്കുക. ഇപ്പൊ പ്രത്യാശയും വിശ്വാസവും എല്ലാം അവിടെ തുടരുക. ഞാൻ പറയാം, സാരം പ്രോഗ്രസീവ് റെവലേഷനാ. പുരോഗമനപരമായ അറിവ്, അല്ലെങ്കിൽ എന്താണ്? വർധനാത്മകമായ അറിവ്. നിങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് ഒരറിവുണ്ടായി, അതിൻ്റെ വെളിപാട് പ്രാപിച്ചു, അത് അനുഭവിച്ചു. ഇനി അത് അകത്തെന്ത് ചെയ്യണം? ക്രമമായി ആ വെളിപ്പാട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ആ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ആ വിഷയത്തെ അധികമായി അനുഭവിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ പിതാവാണല്ലോ. പിതാവിനെ കുറിച്ച് അറിയാം നമുക്ക് എല്ലാവർക്കും. യേശു പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. ആ അറിവ് എന്തായി തീരും? വെളിപ്പാട്, റെവലേഷൻ നോളജ്. അപ്പോൾ നമ്മൾ പിതാവിനെ അനുഭവിക്കും. നമ്മുടെ അകത്തത് അനുഭവിക്കാൻ പറ്റും കേട്ടോ. അനുഭവിക്കാൻ പറ്റുന്നതാണത്. പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ കരുണ, കരുതൽ, നന്മ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിക്കാൻ പറ്റും.
പക്ഷേ അത് പിന്നീട് തുടരണമെങ്കിൽ പിതാവിനെ കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനം, നമ്മുടെ അറിവ്, വെളിപ്പാട് എന്ത് ചെയ്യണം? പ്രോഗ്രസീവായി പുരോഗമനപരമായ റെവലേഷൻ വളരണം. അത് ആരുടെ ജോലിയാ തരുക എന്നുള്ളത്? പരിശുദ്ധാത്മാവിൻ്റെ. നാം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ ആത്മാവ് പ്രോഗ്രസീവ് റെവലേഷൻ തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പിതാവിനെ അധികമായി അനുഭവിക്കും. അപ്പോൾ എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവ പരിചയം, ആ വെളിപ്പാട്, അറിവ് നമുക്കുണ്ടായെങ്കിലേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകത്തുള്ളൂ. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെന്ന് നിങ്ങൾ അറിഞ്ഞ് വെളിപ്പാട് പ്രാപിച്ച് അനുഭവിച്ച് വർത്തമാനപരമായ ആ വെളിപ്പാടിൻ്റെ വർദ്ധിച്ചു വരുന്ന അറിവിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വർഗത്തിലെ പിതാവിനെ അനുഭവിക്കാൻ തുടങ്ങും. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെന്ന് വെളിപ്പാട് പ്രാപിച്ച് ആ വെളിപ്പാട് വർദ്ധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തിനെങ്കിലും പേടിക്കാൻ പറ്റുമോ? ഭയം പറ്റുമോ? സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ അപ്പനാണെന്ന് എന്ത് ബോധ്യം, വെളിപ്പാട് വന്നാലേ നമുക്ക് പിന്നെ ഭയമുണ്ടാകും. ഡെലിവറൻസ് ഇപ്പം ആരംഭിക്കണം. ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ടല്ല നിങ്ങളുടെ ഭയം പോകേണ്ടത്. വചനം വന്നിട്ട് ഭയത്തെ എടുത്തു കളഞ്ഞ് അവിടെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം നിറയണം. തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. കണ്ടോ? ഇതാണ് യഥാർത്ഥ ഡെലിവറൻസ്. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. ശ്രദ്ധിച്ചു കേട്ടാൽ മതി. എനിക്ക് ലഭിച്ച കൃപയ്ക്കകത്ത് നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. എല്ലാവരും പ്രാർത്ഥിക്കും. നിങ്ങളുടെ അകത്ത് ഭയമുണ്ടെങ്കിൽ വിളിപ്പോവും. പക്ഷേ ആ സ്ഥാനം, ആ ഭയം ഇറങ്ങിപ്പോയ നിങ്ങളുടെ ദേഹിയുണ്ടല്ലോ, അത് ശൂന്യമാണ്. ശുദ്ധമായിരിക്കുക. പക്ഷെ അവിടെ ഒരു കാര്യം നിറഞ്ഞിട്ടില്ല. നിറയാത്തതുകൊണ്ട് 40 ദിവസം കഴിയുമ്പോൾ ഈ ഇറങ്ങിപ്പോയ പുള്ളികൾ എല്ലാവരും കൂടി മടങ്ങി വരും. 7, 1, 8. അവിടെ എന്ത് വന്നില്ല? വചനം ഏതാ? തികഞ്ഞ ദൈവസ്നേഹം. ഭയത്തെ പുറത്താക്കിയാൽ സ്നേഹം അവിടെ നിറഞ്ഞു. പിന്നെ എവിടെ ഭയം വരും? സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ അപ്പനാണെന്ന് പ്രകാശിച്ചു വെളിപ്പാട് പ്രാപിച്ച് അത് അനുഭവിച്ച് വളരുമ്പോൾ നിങ്ങളുടെ ദേഹിയിൽ കിടക്കുന്ന ഇത്തരത്തിലുള്ള ഭയവും ഭാരവും രോഗവും ഒക്കെ തനിയെ വെളിപ്പോവും. ഞാൻ കഴിഞ്ഞ അങ്ങേ സൺഡേ ലാസ്റ്റ് പറഞ്ഞ വാചകമുണ്ട്. ആനപ്പുറത്തിരിക്കുന്നവൻ പുറകിൽ നടന്ന് കുരയ്ക്കുന്ന പട്ടിയെ കണ്ട് പേടിക്കൂ. ആനപ്പുറത്തിരിക്കുക, പട്ടി പുറകെ കുരയ്ക്കുക, നമ്മൾ പേടിക്കൂ? കമോൺ. എനിക്കാണെങ്കിൽ തമാശ പറയാൻ അറിയത്തില്ല. എൻ്റെ തമാശ ഭയങ്കര സീരിയസാ. നിങ്ങളിങ്ങനെ എന്നെ തുറച്ചു നോക്കാതെ. ഹല്ലേലൂയ. ഇവിടെ പട്ടിയാലും പേടിക്കുമെന്ന്. നമ്മളിരിക്കുന്ന എവിടാ? ആനയുടെ പുറത്താ. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള വെളിപ്പാട് അനുഭവപരമായി വർദ്ധിച്ചാൽ നമ്മുടെ അകത്ത് ഭയങ്കര ഡെലിവറൻസ് ഉണ്ടാകും. നിങ്ങൾ ചോദിക്കും മുമ്പേ, നിങ്ങൾ ചോദിച്ചില്ല കേട്ടോ, ചോദിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ നിങ്ങളുടെ അപ്പനാണെന്ന് വെളിപ്പാട് പ്രാപിച്ച് അനുഭവിച്ച് വളർന്നാൽ നാം നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച് ഭാരപ്പെടുമോ? ഇല്ല. എന്താ? നമുക്ക് പിതാവിൻ്റെ വെളിപ്പാടായി. ഞാൻ അവിടെ നിർത്താൻ വേണ്ടി പോവാം ഈ വിഷയം. അതായത് നിങ്ങൾ ഈ വരുന്ന 10 ദിവസങ്ങളിൽ ഇത് പ്രാപിച്ചിരിക്കണം. എന്താണ്? സ്വർഗത്തിലെ ദൈവം
എൻ്റെ പിതാവാണ്. എനിക്ക് എന്തൊക്കെ വേണമെന്ന് അവനറിയാം, എപ്പോൾ വേണമെന്ന് അവനറിയാം, എത്ര ക്വാണ്ടിറ്റിയിൽ തരണമെന്ന് അവനറിയാം. ഞാനങ്ങ് വലിച്ചു വാരി പ്രാർത്ഥനയാ. നമ്മുടെ മോഹങ്ങൾക്കൊത്തോണം എന്ത് ചെയ്യുക? അങ്ങ് പ്രാർത്ഥിക്കുക. നമുക്ക് ബെല്ലും ബ്രേക്കൊന്നുമില്ലല്ലോ പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ ദുർമോഹം എല്ലാം എന്ത് ചെയ്യുക? അങ്ങ് പ്രാർത്ഥിക്കുക. എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അവിടെ എൻ്റെ അപ്പനറിയാം എനിക്ക് എന്ത് വേണമെന്ന്, എപ്പം വേണമെന്ന്, എത്ര അളവിൽ വേണമെന്ന് അവൻ അറിയത്തില്ലയോ? പോരാ, നമ്മൾ സ്വസ്ഥതയിലേക്ക് വരും. നമ്മൾ എങ്ങനെ വരും? സ്വസ്ഥ. നിങ്ങൾ ബാക്കി എന്തൊക്കെ പ്രാർത്ഥിച്ചാലും സ്വസ്ഥത വരത്തില്ല. ബാക്കി എന്തൊക്കെ അറിഞ്ഞാലും സ്വസ്ഥത വരത്തില്ല. എബ്രായർ ലേഖനം 4-ാം അധ്യായം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചവൻ താനും. ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം. ഹല്ലേലൂയ. ദൈവം 6 ദിവസം അധ്വാനിച്ചു, സൃഷ്ടി നടത്തി, ജോലി ചെയ്തു. 7-ാം ദിനം അവനെന്തായി തീർന്നു? സ്വസ്ഥനായി വിശ്രമിച്ചു. ശബത്ത് ദിനം, 7-ാം ദിനം സ്വസ്ഥതയാ. പിന്നെ പ്രവൃത്തിയില്ല, പ്രവൃത്തി അവസാനിച്ചു. ലോകസ്ഥാപനത്തിങ്കൽ തന്നെ പ്രവൃത്തികൾ അവസാനിച്ച ശേഷവും പ്രവൃത്തി അവസാനിച്ചെന്ന്. നമ്മൾ അവസാനിച്ചോ? ഗ്രഹിച്ചില്ലല്ലേ ഇപ്പോഴും? അത് ലോകസ്ഥാപനത്തിങ്കൽ തന്നെ പ്രവൃത്തി അവസാനിച്ചെന്ന്. നമ്മുടെ നെട്ടോട്ടം കണ്ടാലോ പക്ഷെ എന്തൊക്കെ ഇനി ഉണ്ടാക്കാനുണ്ടെന്നാ? ഇല്ല, പിന്നെ വാക്യം എടുത്ത് കാണിക്കുന്നില്ല. ലോകസ്ഥാപനത്തിങ്കൽ തന്നെ പ്രവൃത്തി തീർന്നു പോയെന്ന്. ഇങ്ങനെ നോക്കുന്നേ, തീർന്നു പോയെന്ന് കർത്താവല്ലേ പറഞ്ഞേ? വചനമല്ലേ അത്? യെസ്. ഇനി ആദം വേണ്ട ജോലി എന്തുവാ? ദൈവത്തിന്റെ സ്വസ്ഥതയിൽ ജീവിക്കാനാ. അവന് പ്രവൃത്തിയുണ്ട്, പുതിയ പ്രവൃത്തിയല്ല, ദൈവം ചെയ്തതിനകത്ത് പ്രവൃത്തിയുള്ളൂ. ആദം ഏദൻ തോട്ടം ഉണ്ടാക്കുന്നില്ല, അവിടുത്തെ ഒരു വൃക്ഷത്തെയും പുള്ളി നിർമ്മിക്കുന്നില്ല, അവിടെ പുള്ളി നദി ഉണ്ടാക്കുന്നില്ല. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അത് കൈകാര്യം ചെയ്യണം. അതാ നമ്മുടെ ജോലി. വ്യക്തമാകുന്നുണ്ടോ? അത്ര ലളിതമാണ്. ആദം ദൈവത്തിന്റെ സ്വസ്ഥതയിലാണ് തുടരേണ്ട വ്യക്തിയാണ്. പക്ഷെ പുള്ളി പാപം ചെയ്തു, സ്വസ്ഥത പോയി. കറക്റ്റ്. നമ്മളെ ദൈവം തിരികെ ആ സ്വസ്ഥതയിലേക്ക് വിളിക്കുക. നാം ഇന്നും സ്വസ്ഥതയിലല്ല പ്രിയമുള്ളവരെ. പുറമേ ഒക്കെ നമ്മൾ അഭിനയിച്ചാലും അകമേ തിളച്ചു മറിയുന്ന 100 ഡിഗ്രിയിൽ തിളച്ചു മറിയുക. ഹലോ, എന്നെ കേട്ടെ? പുറമേ ഒക്കെ ശാന്തമല്ലേ, അകത്തെന്താ? തിളച്ചു മറിയ, സ്വസ്ഥതയില്ലെന്ന്. അത് മാറണം. മാറും. അത് മാറാൻ ഒറ്റ വെളിപ്പാടേ ഉള്ളൂ. സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണ്. അതിൻ്റെ അനുഭവപരമായ അറിവിൽ വെളിപ്പാടിൽ വളർന്നുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ വളരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് നമ്മളെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ വിളിച്ചിരിക്കുക. ദൈവത്തിൻ്റെ സ്വസ്ഥത നിത്യസ്വസ്ഥതയാ. അത് നിത്യതയിൽ ആരംഭിക്കുന്നതല്ല, ഇപ്പോൾ ആരംഭിക്കുന്നതാണ്. ആമേൻ. സ്വസ്ഥത ഇവിടെ ഇന്ന് ആരംഭിക്കുന്നതാണ്. നിത്യതയിൽ അതിന്റെ പൂർണ്ണ അളവിൽ തുടരുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ന് പ്രവേശിക്കാമെന്ന്. അപ്പോൾ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവർത്തികളിൽ നിന്ന് സ്വസ്ഥനായി, നിവൃത്തനായി, സ്വസ്ഥനായി. പരിപാടി നിർത്തി, നോട്ടം നിർത്തിയെന്ന്. സ്വസ്ഥനായെന്ന്.
അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പിതാവിൻ്റെ വെളിപ്പാട് അനുഭവമാകണം. അപ്പോൾ നമ്മുടെ അധ്വാനം നിൽക്കും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ പിതാവിനെ കുറിച്ചുള്ള ആ ഒരു വെളിപ്പാടിലേക്കും എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവപരമായ അറിവിലേക്കും വെളിപ്പാടിലേക്കും ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തിരിക്കാൻ തുടങ്ങിയിരിക്കുക. യേശു വന്നത് നമ്മളെ പിതാവിലേക്ക് കൊണ്ടുപോകാനാണ്, പിതാവിൻ്റെ വെളിപ്പാട് തരാനാണ്. യേശുവ വെളിപ്പെടുത്തുന്നത്. പുത്രന് മാത്രമേ വെളിപ്പെടുത്താൻ പറ്റൂ. അത് ചെയ്യുന്നത് യേശു ഡയറക്റ്റായിട്ടല്ല, ആര് മുഖാന്തരമാ? പരിശുദ്ധാത്മാവ്. അവൻ്റെ പേരെന്തുവാ? സ്പിരിറ്റ് ഓഫ് റെവലേഷൻ, വെളിപ്പാടിൻ്റെ ആത്മാവ്. അപ്പോൾ ഓരോ പ്രാവശ്യം വചനം കേൾക്കുമ്പോൾ ഈ പ്രാർത്ഥന, ആത്മാവേ ഈ വചനം എനിക്ക് എന്ത് ചെയ്യണം? വെളിപ്പാടാക്കണം, അനുഭവമാകണം. ഓരോ ശബ്ദം, ഓരോ വാക്കിനും പ്രാധാന്യം കൊടുക്കണം. എത്ര ക്ഷീണം തോന്നിയാലും ആ വെളിപ്പാടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഉത്സാഹത്തിലാണ്, ജീവനകത്ത് വരാൻ തുടങ്ങും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ പോയിന്റ്സൊക്കെ ഞാൻ വചനത്തിൻ്റെ പ്രാധാന്യം, വചനം എങ്ങനെ വായിക്കണം, എങ്ങനെ പ്രാപിക്കണം എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും പറഞ്ഞു കൊള്ളാം. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ 3 കാര്യം പറയാൻ പറയുന്നു. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ കൽപ്പന. ആദ്യം പറഞ്ഞ ഏറ്റവും വലിയ വെളിപ്പാട്. 2, വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ കൽപ്പന. അത് നമ്മൾ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ക്ലാസ് തുടങ്ങുമ്പോൾ വീണ്ടും പറയും. ഞങ്ങൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കും. അത് നമുക്ക് അങ്ങ് ബോധ്യം വരാൻ വേണ്ടിയാണ്. ആമേൻ. റെവലേഷൻ ആകാൻ വേണ്ടിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ കൽപ്പന അതിങ്ങനെയാണ്: നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു ഒന്നാമത്തേതും വലുതും ഒന്നാമത്തെ കൽപ്പന. കൃത്യവാക്യമാണ്, നിങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞിരിക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ. നമ്മൾ ഇന്ന് പിതാവിനെ സ്നേഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടു കൂടിയാണോ? ആണോ? അല്ല. നമ്മളങ്ങ് പറഞ്ഞാൽ മതി അല്ലെന്ന്. ആണോ? അല്ലെന്ന്. എഴുതാ, നമ്മുടെ ഹൃദയം പലതിലേക്കും വേറെ പലതിലേക്കും പോയിക്കൊണ്ടിരിക്കുക. പൂർണ്ണ മനസ്സോടെ ആണോ? ഇനി പൂർണ്ണം പോയിട്ട് കാൽ കഷ്ണം പോലും ഇല്ല, പിന്നല്ലേ പൂർണ്ണം? കമോൺ ചർച്ച്. പൂർണ്ണ മനസ്സോടാണോ? അല്ലെന്നേ. സമ്മതിക്കണം, അല്ലെന്ന് പറയണം. അല്ല, സത്യസത്യമായി പറഞ്ഞാൽ മതി. പൂർണ്ണ ആത്മാവോടെ അല്ല, പൂർണ്ണ ശക്തിയോടെ. നമ്മുടെ മുഴുവൻ എനർജി, അത് ഫിസിക്കൽ സ്ട്രെങ്താ, ശാരീരിക ശക്തിയാ. പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്ന്. ഇതാണ് വലിയതും ഒന്നാമത്തേതും. രണ്ടാമത്തേത് അതിനോട് സമം: നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതായത് ഈ 2 കാര്യം, ദൈവത്തെ സ്നേഹിക്കുക, നമ്മുടെ ബന്ധങ്ങളെ സ്നേഹിക്കുക. നമുക്ക് സ്നേഹം എപ്പോഴും പറഞ്ഞ വാക്കാ. എന്തില്ല അതിൻ്റെ അറിവുണ്ട്, എന്തില്ല? വെളിപാടില്ല. ഞാൻ പറഞ്ഞ പോയിന്റ്സ് മറക്കല്ലേ. നമുക്ക് ആർക്കാ ദൈവസ്നേഹത്തെക്കുറിച്ച് അറിയാത്തത്? ഞാൻ ഇവിടെ ചേർന്ന് വന്നാൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്നെക്കാളിലും ഗംഭീരമായി പ്രസംഗിക്കും ദൈവസ്നേഹത്തെക്കുറിച്ച്. അതല്ല എൻ്റെ വിഷയം. അത് നമ്മുടെ അകത്ത് വെളിപാടായോ? ജീവനായോ? അത് എക്സ്പീരിയൻഷ്യൽ നോളജ് ആയോ? അകത്ത് വളരുന്നുണ്ടോ?
നാം ദൈവത്തെ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെ അറിയാം? ഇതൊക്കെ ഒരു അളവ് പോലുണ്ടല്ലോ. നമ്മളൊക്കെ എങ്ങനെ പറഞ്ഞാലും ദൈവം എല്ലാത്തിനും അളവ് വെച്ചിട്ടുണ്ട്. നമ്മൾ ദൈവത്തെ ഇങ്ങനെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെ അറിയാം? അനുസരണത്തിലൂടെ അറിയാം. അനുസരണമാണ്. അവൻ പറഞ്ഞിരിക്കുന്ന സകല കൽപ്പനകളും അനുസരിക്കുന്നതിലൂടെയാണ് അവനെ സ്നേഹിക്കുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞ ഓരോ വാക്യങ്ങളാ. എനിക്ക് എടുത്ത് പറയാൻ ഇപ്പൊ സമയമില്ല. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ഓരോ കൽപ്പനകളും അനുസരിക്കുന്നതിലൂടെയാണ് നാം അവനെ സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നത്. നമുക്ക് നമ്മുടെ അനുസരണം പൂർണ്ണമായിട്ടുണ്ടോ? ഞാൻ വളരെ പ്രാക്ടിക്കലായ കാര്യം പറയാ. വ്യാസന്മാരെ, നമ്മുടെ അനുസരണം പൂർണ്ണമായോ? ഇല്ലെന്നങ്ങ് പറയണം. ഇല്ലെന്ന് ദൈവത്തെ എന്നോടല്ല പറയേണ്ടത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അപ്പാ പൂർണ്ണമായിട്ടില്ല എന്ന് ദൈവത്തിന് നമുക്കിപ്പോൾ അറിഞ്ഞു. ദൈവത്തിന് അറിയാമല്ലോ, ദൈവത്തിന് അറിയാമല്ലോ നമ്മുടെ അനുസരണം എത്ര ഉണ്ടെന്നുള്ളതൊക്കെ. നമുക്ക് അനുസരിക്കുന്ന ഹൃദയമില്ലെന്ന്. ആഗ്രഹമുണ്ടെങ്കിലും അനുസരിക്കാനും പറ്റുന്നില്ല, അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ എല്ലാ കൽപ്പനയും അനുസരിച്ച് അവനെ സ്നേഹിപ്പാൻ ആഗ്രഹമല്ലേ? യെസ്. പക്ഷെ സാധിക്കുന്നില്ലല്ലോ. കറക്റ്റ്. അപ്പൊ അനുസരണം പൂർണ്ണമാകണം. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. നമ്മുടെ അനുസരണം തികഞ്ഞു വരണം. അനുസരണം തികഞ്ഞു വരണം. എല്ലാ വചനവും അനുസരിച്ചേ പറ്റൂ. പറ്റുമോ? പറ്റും. അതും ആരുടെ ജോലി അറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ദൗത്യമാണ് നമുക്ക് ആ കൃപ തരിക. കൃപ ഏതാ? അനുസരിക്കുക. അനുസരണം തികഞ്ഞു വരിക. അർത്ഥം, നിങ്ങൾ കേൾക്കുന്ന ഓരോ വിഷയങ്ങളും അനുഭവിക്കണമെങ്കിൽ, വെളിപ്പാടാകണമെങ്കിൽ ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവ്. അപ്പോൾ ഓരോ നിമിഷവും ഈ കേൾക്കുന്ന ശബ്ദത്തിന് മുമ്പിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവേ എനിക്ക് ഇപ്പോൾ ഇത് തരണം, അനുസരണം എന്നെ പൂർണ്ണമാക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ കൽപ്പന പിതാവിനെ, ദൈവത്തെ സ്നേഹിക്കാനുള്ള. ആ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അനുസരണം. അതിൽ പ്രധാനപ്പെട്ട കൽപ്പനയാണ് നമ്മുടെ ബന്ധങ്ങളെ സ്നേഹിക്കുക. അതായത് ദൈവസ്നേഹത്തിൻ്റെ ആഴവും ഉയരവും വീതിയും നീളവും എന്തെന്ന് നിങ്ങൾ സകല വിശുദ്ധന്മാരോടും കൂടെ ചേർന്ന് അറിയത്തുള്ളൂ. പിടിയിട്ടില്ലല്ലേ? വിശുദ്ധന്മാരുടെ കൂടെ ജീവിക്കുമ്പോൾ മാത്രമേ, സഭയിൽ ജീവിക്കുമ്പോൾ മാത്രമേ എന്തറിയത്തുള്ളൂ? നിങ്ങളുടെ അകത്ത് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ. അതിന് പറ്റിയ വിശുദ്ധന്മാരും വിശുദ്ധ മതികളും കൂടെ കാണും. നല്ല കൊത്തു തരുന്ന കിട്ടും, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. ആ ജീവിത പങ്കാളി ആകാം, അത് അവരാണ് ഏറ്റവും അടുത്ത വിശുദ്ധൻ. നമ്മുടെ ജീവിത പങ്കാളി ഏറ്റവും അടുത്ത വിശുദ്ധനാ, വിശുദ്ധ മതിയാ. ഇങ്ങോട്ട് വരും, കീറി അങ്ങ് മുറിക്കും. ഭയങ്കര സ്നേഹമല്ലേ വരുന്നത്. ആ വിശുദ്ധ മതിയോടുകൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ അകത്ത് എത്ര സ്നേഹം ഉണ്ടെന്ന് അറിയത്തുള്ളൂ. പോരാ. ഏറ്റവും വലിയ കൃപ നമ്മളെപ്പോഴ പാസ്റ്റർമാർക്കാണ്. പത്തെണ്ണം മതി കൂടെ നിങ്ങൾ അറിയും നിങ്ങൾ വിശുദ്ധനാണോ അല്ലയോ എന്നുള്ളത്. നിങ്ങളുടെ അകത്ത് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് വെളിപ്പെടുത്താൻ ഈ 10 പേര്, 100 1000 പേരൊന്നും സഭ വേണ്ട, 10 പേര് മതി. അവർ കാണിച്ചു തരും നിങ്ങളുടെ അകത്ത് സ്നേഹത്തിനുണ്ടെന്നുള്ളത്.
അതൊക്കെ ഇപ്പം നമുക്ക് പിന്നീട് ചിന്തിക്കാം. പക്ഷെ ഇതിപ്പോൾ കേട്ടോ, ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മ, പൂർണ്ണ ശക്തി. അതുപോലെ കണ്ടോ, അതുപോലെ അതിനോട് തുല്യ തൂക്കമാണ് ബന്ധങ്ങളെ സ്നേഹിക്കുക. ആ ബന്ധങ്ങളെ സ്നേഹിക്കുന്നതിൽ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ ഉടൻ മുറിയത്തില്ലേ? മുറിയും. സങ്കടമായില്ലേ? ദേഷ്യം കയ്പൊക്കെ ആയില്ലേ? എന്താർത്ഥം? നമ്മൾ ഈ സ്നേഹത്തിൻ്റെ ബാലപാഠം പോലും പഠിച്ചിട്ടില്ലെന്ന്. പിന്നല്ലേ നമ്മൾ ബാലപാഠം മക്കളെ നഴ്സറി സ്കൂൾ പോലും പോയിട്ടില്ലെന്ന്. അവർക്ക് മലയാളം മൊത്തം അറിയാത്തതുകൊണ്ട് LKG പോലും പോയിട്ടില്ലെന്ന്. പ്രസംഗം എന്തുവാ? ദൈവസ്നേഹമാ. ഇല്ലെന്ന് ഞാൻ അറിഞ്ഞു. നമ്മുടെ സഹോദരനോ ഒരു കൊച്ചു വർത്തമാനം പറഞ്ഞപ്പോൾ നമുക്ക് പിണക്കം വന്നു, സഹിച്ചില്ല, അങ്ങ് ദേഷ്യപ്പെട്ടു. വിഷയം എന്തുവാ? ദൈവസ്നേഹം ഇല്ലെന്ന്. ആ അളവിൽ മാത്രമേ ആരോട് സ്നേഹമുള്ളൂ? ദൈവത്തിലുള്ളൂ. പോരാ. നിങ്ങളുടെ സഹജീവികളോട് നിങ്ങൾക്ക് എന്ത് സ്നേഹമുണ്ടോ ആ അളവിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുള്ളൂ. നമ്മുടെ പ്രാർത്ഥന വായിക്കുന്ന കർത്താവേ ലവ് യു ലോർഡ്, ചങ്ക് തിടിച്ച് ചങ്ക് പൊട്ടി നേക്കുന്നു ഞാൻ. അടുത്തൊരാളും ചോണ്ടിയാൽ എന്താടി സ്നേഹം പോയോ? ഇതൊക്കെ വെറുതെയാന്ന്. നമ്മൾ സത്യം അറിയ പ്ലീസ്. മുഖംമൂടി ഒന്നും ഇട്ടിട്ട് കാര്യമല്ല. നിങ്ങളുടെ ഓരോ മുഖംമൂടിയും വലിച്ചു കീറിക്കൊണ്ടിരിക്കും ഞങ്ങൾ ഉൾപ്പെടെ. ഇല്ലാണ് ആൻറ്റി? മുഖംമൂടിയേ നമുക്ക് നിറയെ മുഖംമൂടിയാ. ഇതൊന്നും ദൈവത്തിന്റെ മുമ്പാകെ വിലപ്പോകത്തില്ല കുഞ്ഞുങ്ങളെ. നമ്മൾ സത്യമായ കാര്യം കേൾക്കണം. എൻ്റെ വാക്കുകൾ അല്പം കഠിനമാകാം, പക്ഷേ സൗഖ്യമാകാൻ വേണ്ടിയാണ്. നമുക്കൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ലെന്നേ. ഇത് പച്ചയായ ആത്മജീവിതമാ. പച്ചയായ ആത്മജീവിതമാണിത്. ഞാനും പറയുന്നതാണ്. എൻ്റെ ഭാര്യയും 6 മക്കളുടെ മുമ്പാകെ ഓർത്താൽ മതി നിങ്ങൾ. പച്ച കാര്യം പറയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അനുസരണം പൂർണ്ണമാകെ പറ്റൂ. അനുസരണം തികഞ്ഞേ പറ്റുമെന്ന്. ദൈവത്തെ അങ്ങനെ സ്നേഹിച്ചേ പറ്റൂ. നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെ സ്നേഹിച്ചേ പറ്റൂ. അതാണ് ഏറ്റവും വലിയ കൽപ്പന. നമ്മളവിടെ എത്തണം. നമ്മളവിടെ എത്തും. ദൈവത്തെ സ്നേഹിക്കണം, ബന്ധങ്ങളെ സ്നേഹിക്കണം. ഡെലിവറൻസ് മിനിസ്ട്രി ക്ലാസ് തുടങ്ങുമ്പോൾ ഈ ഭാഗം എടുക്കുന്നതായിരിക്കും. അപ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടെ വചനം എടുത്ത് പഠിപ്പിക്കും. ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഈ വേദപുസ്തകത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വെളിപ്പാട് എന്താണ്? ദൈവം പിതാവ്. അത് നിങ്ങളെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരും. നിങ്ങളെ സമൂലമായ മാറ്റം വരുത്തും. മാത്രമല്ല, നിങ്ങളുടെ അകത്ത് പിതാവിൻ്റെ ഹൃദയം വരാൻ തുടങ്ങും. പിതാവിൻ്റെ ഹൃദയം, ഫാദേഴ്സ് ഹാർട്ട്. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിങ്കിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. ആരാണ്? കർത്താവ് താൻ. ആ കർത്താവ് ആരാ? മിസ്സയല്ലേ പറഞ്ഞു വാക്കുന്നു. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിങ്കിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. ആ കർത്താവ് ആരാ? പരിശുദ്ധാത്മാവ് ദൈവം. നമ്മുടെ ഹൃദയങ്ങൾ എങ്ങോട്ടാ തിരിക്കുന്നത്? പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്. അതാണ് പരമമായ വെളിപ്പാട്. 2, ക്രിസ്തുവിൻ്റെ സഹിഷ്ണുത, എൻഡ്യൂറൻസ്, പേഷ്യൻസ്, എൻഡ്യൂറൻസ്.
സഹിഷ്ണുത എന്തുവാണ്? ഈ ഭൂമിയിൽ പ്രാപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്രിസ്ത്യൻ ക്യാരക്ടർ എന്തുവാണ്? സഹിഷ്ണുത. അതെങ്ങനെ ഉണ്ടാകും? സഹിച്ചെങ്കിലേ ഉണ്ടാകത്തുള്ളൂ. എൻഡ്യൂറൻസ് എങ്ങനെ വരും? എൻഡ്യൂർ ചെയ്യണം, സഹിക്കണം. പോരാ, കത്തിയില്ല, വെളിപ്പാടായില്ല. സഹിക്കുമ്പോഴൊന്നുണ്ടാകത്തുള്ളൂ. യേശു കർത്താവിന്റെ സഹിഷ്ണുത എന്തുവാ? യേശു കർത്താവിന്റെ സഹിഷ്ണുത ഏതാ? പേഷ്യൻസ്, എൻഡുറൻസ് എന്തുവാ? നമുക്കാർക്കും കഴിയാത്തൊരു കാര്യം എന്തുവാണ്? മുഴുമാനവരാശിയുടെയും പാപമെടുത്തു. സഹിക്കുക. ആരാ? പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, ദൈവമായിരിക്കുന്നവൻ, പാപത്തെ തൊടാൻ കഴിയാത്തവൻ, അതിപരിശുദ്ധൻ. പാപത്തെ തൊട്ടു, പാപത്തെ എടുത്തു. സഹിക്കുകയാണ്. ആ പാപമെടുത്തപ്പോൾ പിതാവ് അവനെ തിരസ്കരിച്ചു. പിതാവിന് പാപം ചുമക്കുന്ന പുത്രനുമായി ബന്ധപ്പെടാൻ പറ്റത്തില്ല, അവൻ അതിപരിശുദ്ധനായതുകൊണ്ട്. അതിന്റെ ന്യായവിധി, ദൈവത്തിന്റെ കോപം, ക്രോധം, ന്യായവിധി തൻ്റെ മേലെ ഇറങ്ങി. അക്ഷരികമായ ബോഡി ഇറങ്ങി ക്രൂശിൽ ആ ബോഡി തകർത്തു കളഞ്ഞു. സഹനമാണ്, സഹിക്കുകയാണ്, എൻഡ്യൂർ ചെയ്യാണ്, സഹിഷ്ണുത. ഇപ്പൊ കർത്താവ് സഹിഷ്ണുത പഠിച്ചത് അനുഭവിച്ചിട്ടാ, കഷ്ടങ്ങളിലൂടെയാണ്. നമുക്കും ആ വഴി ഉണ്ടെന്ന് മറന്നു പോകരുത്. ക്രിസ്തീയ ജീവിതത്തിൽ അല്പം കഷ്ടത വരുമ്പോ ഓടിച്ചാടി നടക്കാൻ വേണ്ടിയല്ല, ഓടിപ്പോകാൻ വേണ്ടിയല്ല, അവൻ അനുവദിച്ചത് സഹിഷ്ണുത പഠിക്കാൻ വേണ്ടിയാ. വേറൊരു മാർഗവുമില്ലെന്ന്. നമ്മൾ ഇയ്യോബിന്റെ സഹിഷ്ണുത വലിയ വായിലെ പ്രസംഗിക്കത്തില്ലേ? ശരിയല്ലേ? ഇയ്യോബ് എങ്ങനെ അത് പഠിച്ചത്? നമുക്കെങ്ങനെ മാതൃകയായത്? സഹിഷ്ണുത പഠിച്ചത് എങ്ങനെയാണ്? അനുഭവിച്ചിട്ടാ, സഹിച്ചിട്ടാണ്. നമുക്കൊരു കുഞ്ഞ് കഷ്ടം വരുമ്പം ദൈവത്തോടും കോപിച്ച്, കമോൺ, ചുറ്റുമുള്ള എല്ലാവരോടും കോപിക്കും അല്ലേ? എൻ്റെ പൊന്നു കുഞ്ഞെ, നീ പണ്ട് പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ എനിക്ക് എന്ത് വേണമെന്ന്? സഹിഷ്ണുത തന്നാ വയ്ക്ക്. പാസ് ഡെലിവറൻസ് മിനിസ്ട്രി ആണോ? എന്ത് പാസ് പഠിപ്പിക്കുക? ഞങ്ങളെ സത്യം പഠിപ്പിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ വാക്യം വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഒന്ന് പറ കുഞ്ഞുങ്ങളെ. എന്തുവാ? ക്രിസ്തുവിന്റെ സഹിഷ്ണുത പറഞ്ഞോ? ആ പറഞ്ഞു. കർത്താവ് അതിൻ്റെ 1000-ൽ ഒരു അളവില്ലാത്ത, കർത്താവിൻ്റെത് 1000 തവണ, 1000 വലിപ്പമുള്ളത്, അതിൻ്റെ 1% നമുക്ക് അനുഭവിക്കാൻ തന്നു. എന്തോ ഒരു പരാതി, എന്തോ ഒരു കോപം, ദൈവത്തിന് കോപം. ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് സംഭവിക്കുമോ? സംഭവിക്കും. ചോദിച്ചല്ലേ? ഞാൻ ഈ ക്യാമ്പിൽ ഒരു ഡിസിഷൻ എടുത്തു, ആത്മാവ് തരുന്ന കാര്യം മാത്രം പറയുന്നു. എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കണക്ക് വിഷയമുണ്ട്. ടു ബി ഫ്രാങ്ക്, കർത്താവിൽ നിന്ന് പ്രാപിച്ചതും ഞാൻ പഠിച്ചതുമായ എത്ര വിഷയം പഠിപ്പിക്കാൻ എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഈ ക്യാമ്പിൽ കർത്താവ് നയിക്കുന്നത് ആത്മാവ് തരുന്ന കാര്യം പറയാൻ വേണ്ടിയാ. നിങ്ങൾ സഹിഷ്ണുത ചോദിച്ചിട്ടില്ലേ? സഹിഷ്ണുത വേണം കർത്താവേ, ദീർഘക്ഷമ വേണം കർത്താവേ, അല്ലേ? ടെസ്റ്റ് തരിക, സഹിക്കാൻ സഹനം തരിക. സഹിഷ്ണുത വരുന്നത് സഹിക്കുമ്പോൾ മാത്രമേ വരുത്തുള്ളൂ. 2 ക്വാളിറ്റി. 1 പിതാവിന്റെ ഹൃദയം, 2 പുത്രന്റെ ഹൃദയം.
കമോൺ, ഞാൻ വെളിപ്പാടിപ്പൊക്കെ പറയാം കേട്ടോ. ഒന്ന് പിതാവിൻ്റെ, അത് ആര് തിരിക്കും? അത് ഏറ്റവും വലിയ വെളിപ്പാടാ. പിതാവിൻ്റെ ഹൃദയത്തിലേക്ക്, അതിൽ അവൻ്റെ സ്നേഹത്തിലേക്ക് തിരിക്കും. 2, പുത്രന്റെ ഹൃദയം എന്തുവാ? എൻഡ്യൂറൻസ്, പേഷ്യൻസ്, എൻഡ്യൂറൻസ്, സഹിഷ്ണുത. ഓർത്ത് നോക്കി എത്ര അനുഭവം അത്. ഞാൻ ഇടയ്ക്ക് പറയും, കർത്താവ് ഇത്രയൊക്കെ മതി, സഹിച്ചതും പോരായോ? പിന്നെ അറിയാൻ പ്രാർത്ഥിക്കും, കർത്താവ് എന്ത് വരണം? നമുക്ക് ഈ കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ. ഒന്നേ വചനം എന്തോ എഴുതി വെച്ചിരിക്കുന്നത്? കർത്താവ് താൻ നിങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും യേശുവിൻ്റെ സാക്ഷ്യത്തിലേക്കും തിരിക്കട്ടെ. സഹനം തരുമ്പോൾ എന്ത് പറയും? മതിയേ മതിയേ. പിന്നെ അറിയാൻ എന്ത് ഈ വാക്യത്തിന് പറയും? ഇത് വീണ്ടും അനുവദിക്കും. നമ്മൾ ബുദ്ധിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ദൈവം ഭയങ്കര ബുദ്ധിമാനാണ്. ഒരു കാര്യം പറഞ്ഞോ, പുള്ളി അത് തന്നെ ചെയ്യും. കർത്താവ് എന്നെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കത്തില്ലേ? എന്നെ ചെത്തി വെടിപ്പാക്കണമേ പ്രാർത്ഥിക്കത്തില്ലെന്നും? എന്നെ ഉടച്ചു വാർക്കണമേ പ്രാർത്ഥിക്കത്തില്ലയോ? ദൈവം പ്രാർത്ഥന കേൾക്കണ്ടായോ? കേട്ടില്ലയോ? കേട്ടു. എന്നെ പണിയണമേ, നേരെ ഒരു ഉള്ളിയും ചുറ്റിയാടിങ്ങി വരും. അടി തുടങ്ങി, ഓട്ടം, നിലവിളി. ചെത്തണമേന്ന് കത്തിയായിട്ട് വരും. പ്രൂണിങ്, അവിടെ ഇവിടെ എല്ലാം മുറിക്കാൻ തുടങ്ങി, ഓട്ടം തുടങ്ങും. മക്കളെ, നമ്മൾ അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത്? അതാണ് ബുദ്ധിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നൊന്നും പറഞ്ഞേക്കരുത്. പക്ഷെ പറയും. ആര് പറയിപ്പിക്കും? പരിശുദ്ധാത്മ പറയിപ്പിക്കും. അവനറിയാം നമുക്ക് എന്താ വേണ്ടതെന്ന്. നമ്മളെ എവിടൊക്കെ ചെത്തണമെന്നും എവിടൊക്കെ പ്രൂൺ ചെയ്യണമെന്നും വെടിപ്പാക്കണമെന്നും എവിടൊക്കെ പൊട്ടിക്കണമെന്നും കൃത്യമായിട്ട് നമ്മുടെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനറിയാൻ നമുക്കറിയത്തില്ല. പക്ഷേ നമ്മളെ കൊണ്ടങ്ങ് പ്രാർത്ഥിപ്പിക്കും. പിന്നെ നമ്മൾ ഭയങ്കര അന്യഭാഷക്കാരല്ലേ? അന്യഭാഷ ഇതൊക്കെ പ്രാർത്ഥിക്കാവേ, എന്നെ ഇന്ന് പണിയണമേ, അവിടെ പണിയണമേ, ഇതെല്ലാം അങ്ങോട്ട് ഡയറക്റ്റ് അങ്ങ് പോവാ. മലയാളമാണെങ്കിൽ അവിടെ തങ്ങി നിൽക്കും. ഇത് നേരെ അങ്ങ് പോവും. എങ്ങോട്ടാ? അന്യഭാഷയിൽ രാവിലെ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് കോപമുണ്ട്, ചെത്തി വെടിപ്പാക്കണമേ, ദേഷ്യമുണ്ട്, പണിയണമേ, അസൂയുണ്ട്, എടുത്തു കളയണമേ. നേരെ ഡയറക്റ്റ് അങ്ങ് പോയി. അന്യഭാഷയിൽ നേരെ അങ്ങ് ആളിങ്ങ് വന്നു ദൂതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കാര്യം. പിതാവിന്റെ ഹൃദയം, ഫാദേഴ്സ് ഹാർട്ട്, ദൈവസ്നേഹ പൂർണ്ണത. യേശുവിന്റെ ഹൃദയം എന്താണ്? സഹിഷ്ണുത. ബാക്കിയോടില്ലേ? സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടു, അല്ലേ? ഹല്ലേലൂയ. 2 കാര്യം പറഞ്ഞു. 1, ഏറ്റവും വലിയ വെളിപ്പാട് പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാട്. 2, ഏറ്റവും വലിയ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക, ബന്ധങ്ങളെ സ്നേഹിക്കുക. 3, ഏറ്റവും വലിയ പ്രതിഫലം, ദ ഗ്രേറ്റസ്റ്റ് റിവാർഡ്. ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും പ്രാപിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം. നേരെ ഇങ്ങനെ സ്റ്റേജിൽ നോക്കിയാൽ എൻ്റെ പുറകിൽ 2 അക്ഷരമുണ്ട്. അതതിൻ്റെ പേര് KG എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിസ്റ്ററുടെ പേരൊന്നുമല്ല, ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. കിങ്ഡം ആൻഡ് ഗ്ലോറി. ദൈവരാജ്യവും ദൈവത്തിൻ്റെ തേജസ്സും. അത് പ്രതിഫലമാണ്. ആർക്കാ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള പ്രതിഫലമാണ് ദൈവരാജ്യം, അവൻ്റെ തേജസ്. ദൈവരാജ്യം അത് ദൈവത്തിൻ്റെ ഭരണമാണ്. ദ ഗവൺമെന്റ് ഓഫ് ഗാഡ്. എന്താ ദൈവരാജ്യം? എന്താണ്? ദൈവത്തിൻ്റെ
ഭരണം, സർക്കാർ, ഗവൺമെന്റ് ഭരണം, അതിന്ന് നമ്മിലാ. നമ്മൾ അവൻ്റെ രാജ്യമാണ്. കർത്താവ് അടങ്ങി വരുമ്പോൾ അത് ഭൂമിയിൽ വരും ഭരണം. പിന്നെ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് പുതിയ ജെറുസലേമിൽ, പുതിയ ഭൂമിയിൽ, പുതിയ ജെറുസലേമിൽ നിത്യരാജ്യം സ്ഥാപിക്കപ്പെടും. പിതാവും പുത്രന്മാരും ഒരുമിച്ച് ജീവിക്കും. ദൈവമക്കൾ ഒരുമിച്ച് ജീവിക്കും. നിത്യരാജ്യം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, നിത്യരാജ്യമാണ്. ആ നിത്യരാജ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലം. ഹല്ലേലൂയ. ദൈവരാജ്യം. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോൾ പഠിപ്പിക്കുമ്പോൾ, ക്യാമ്പ് തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞത് ദൈവരാജ്യമായിരുന്നു, ദൈവ തേജസ്സായിരുന്നു. കാരണം അന്നത്തെ വെളിപ്പാടതാ. ചേട്ടൻ വെളിപ്പാട് വർദ്ധിപ്പിച്ചപ്പോൾ ഇപ്പോൾ തുടങ്ങിയവിടാണ് പിതാവിനെ കുറിച്ചും ഏറ്റവും വലിയ വെളിപ്പാട്, പിതാവും ഏറ്റവും വലിയ കൽപ്പന പിതാവിനെ സ്നേഹിക്കുക. അതിൻ്റെ റിവാർഡാണ്, പ്രതിഫലമാണ് എന്ത്? ദൈവരാജ്യം. ഇപ്പൊ ക്ലാരിറ്റി ആയി എല്ലാവർക്കും? ഈ മിനിസ്റ്ററുകളൊക്കെ കാര്യം മനസ്സിലാകുന്നുണ്ടോ? വെളിപ്പാട് നിങ്ങൾക്ക് കയറുന്നുണ്ടോ? അങ്ങോട്ട് വരുന്നുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങുന്നത്, നമ്മൾ ദൈവരാജ്യം പറഞ്ഞ് തുടങ്ങുന്നത്. പക്ഷെ അതെന്ത് മാത്രമേ ഉള്ളൂ? പ്രതിഫലമാണ് നമ്മുടെ. പക്ഷെ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ എന്താ പറഞ്ഞത്? ദൈവരാജ്യമാണ്. എല്ലാം ഉണ്ട്. ദൈവരാജ്യം മിസ്റ്ററി ആയിട്ടാണ് പറഞ്ഞത് വെളിപ്പാട്. 2, ദൈവത്തിൻ്റെ തേജസ്. എന്താ ദൈവ തേജസ്? ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ ജീവന്റെ പൂർണ്ണതയാണ് ദൈവ തേജസ്. നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം, കാണാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം, കേൾക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം. ശബ്ദം കേൾക്കാം, തൊട്ടറിയാം, കണ്ണുകൊണ്ട് കാണാം. ആ തേജസ് ദൈവം തന്നെയാണ്. ആ ദൈവ തേജസ്സാണ് നമ്മുടെ അവകാശം. നമ്മുടെ ഏറ്റവും വലിയ അവകാശം എന്തുവാ? നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്തുവാ? ദൈവ തേജസ്. ദൈവം തന്നെയാണെന്ന് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കണം ഇന്നെങ്കിലും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നും. അതെന്താ? ചില കഷ്ടത അനുവദിക്കുന്നത് നാം അതിലൂടെ എന്ത് പ്രാപിക്കണം? സഹിഷ്ണുത പ്രാപിച്ച് പ്രതിഫലമായി ദൈവത്തിൻ്റെ തേജസ് പ്രാപിക്കണം. വ്യക്തമാകുന്നുണ്ടോ? യെസ്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, അത്രയേ ഉള്ളൂ. അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം കിട്ടുവാൻ കാരണമാകുന്നു. അതാണ് ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി. തേജസ്സിന്റെ നിത്യഘനം. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നത് ഈ തേജസ്സാണ്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, കേട്ടോ, ഗ്ലോറി അപ്പോൺ ഗ്ലോറി. നമ്മുടെ അകത്ത് നടക്കുന്ന മാറ്റം പറയാ, നമ്മുടെ അകത്ത് നടക്കുന്ന സൗഖ്യത്തെക്കുറിച്ച് പറയാണെന്ന്. ഡിവൈൻ നേച്ചർ, ദൈവത്തിന്റെ സ്വഭാവം നമ്മൾക്ക് വരിക, അവന്റെ തേജസ് നമ്മിലേക്ക് വരികയാണെന്ന്. ആ തേജസ് എന്ത് ചെയ്യും? തമ്മിൽ വർദ്ധിക്കുകയാണ്. നിത്യഘനം. അത് അവിടെ ചെല്ലുമ്പോഴല്ല ലഭിക്കുന്നത്, ലഭിക്കും. ഇവിടെ എന്ത് ചെയ്യാണ്? അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും റിവാർഡ് എന്താ? ഏറ്റവും വലിയ പ്രതിഫലം എന്താ? ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ തേജസ്. ആ ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം.
പിതാവാം ദൈവം നമ്മുടെ അവകാശം. ദൈവത്തെ നമുക്ക് പകുത്ത് തരികയാ. പച്ച മലയാളം പറയാ, ദൈവത്തെ തന്നെ നമുക്ക് തരികയാണെന്ന്. അവന്റെ ജീവൻ നമുക്ക് തരികയാ, അവന്റെ ആത്മാവ് നമുക്ക് തരികയാ, അവന്റെ സ്വസ്ഥത നമുക്ക് തരികയാ, അവന്റെ സമാധാനം നമുക്ക് തരികയാ, അവന്റെ ആശ്വാസം നമുക്ക് തരികയാ, അവന്റെ ആനന്ദം സന്തോഷം നമുക്ക് തരികയാ. ദൈവത്തെ തന്നെ നാമുമായി പങ്കുവെക്കുകയാണ്. വ്യക്തമാകുമോ? ദൈവത്തെ തന്നെ നമ്മിലേക്ക് തരികയെന്നാണ് പരിപാടി. നമ്മളൊരു വിശാലമായത് കാണണം. ദൈവത്തെ തന്നെ നമുക്ക് തരികയാണ്, നാം ദൈവത്തെ പ്രാപിക്കുക. ഇപ്പൊ നമ്മുടെ അവകാശം എന്താണ്? എന്താ നമ്മുടെ അനുഗ്രഹം? പിതാവാം ദൈവമാണ് നമ്മുടെ അവകാശം. അവനാണ് നമ്മുടെ അനുഗ്രഹം, അതവന്റെ തേജസ്സാണ്. ഈ ഭൂമി മുഴുവനും സർവപ്രപഞ്ചവും അവന്റെ തേജസ്സോട് നിറഞ്ഞിരിക്കും. സമുദ്രം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി മുഴുവനും യഹോവയുടെ തേജസ്സിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. വരാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് സഭയിൽ നിറയണം. ഹല്ലേലൂയ. ഇന്ന് സഭയിൽ നിറയണം ആ ദൈവ തേജസ്സിന്റെ വെളിപ്പാട്. നമ്മൾ യേശുവിനെ അനുഗമിച്ചത് പിതാവിന്റെ തേജസ് പ്രാപിക്കാൻ വേണ്ടിയാ. പുത്രനോട് കൂടെയാണ് നമ്മൾ തേജസ്കരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ 3 ആത്മീയ മർമ്മങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് പറയുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഈ ഭൂമിയിൽ നാം പ്രാപിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെളിപ്പാട് ദൈവം നമ്മുടെ പിതാവാണെന്ന വെളിപ്പാട്. അത് നമ്മുടെ ജീവിതത്തെ വിപ്ലവകരമായി മാറ്റിയിരിക്കും. 2 ഏറ്റവും വലിയ കൽപ്പന: ദൈവത്തെ സ്നേഹിക്കുക, ബന്ധങ്ങളെ സ്നേഹിക്കുക. അതിനുള്ള ഏറ്റവും വലിയ പ്രതിഫലം ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ തേജസ്സുമാണ്. നമുക്കൊന്ന് ഒരുമിച്ച് എഴുന്നേറ്റ് ഈ കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ വെളിപ്പാടാകണം. നിങ്ങൾ സ്വസ്ഥമായി എഴുന്നേറ്റ് ശാന്തമായി പ്രാർത്ഥിച്ചാൽ മതി. അതങ്ങ് നമ്മിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് വെളിപ്പെടാൻ തുടങ്ങും.